എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുവരെ ഭരണഘടനയിലെ പുതിയ സ്കൂൾ ടെസ്റ്റായ 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഭരണഘടനാ ചോദ്യങ്ങൾ, ആ 2 ചാപ്റ്റേഴ്സിൽ വരുന്ന ഭരണഘടനയിലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു റിവിഷൻ സെക്ഷൻ നമുക്ക് നോക്കാം. ഈ സ്കൂൾ ടെസ്റ്റ് മാത്രമല്ല, ഞാൻ അല്ലാതെയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് നോക്കുക. നല്ലൊരു പോർഷനാണ് ഇന്നത്തത്. ഓക്കെ, അപ്പം എന്നും ഉപദേശം തരുന്നതുകൊണ്ട് ചിലവരൊക്കെ പറയും എപ്പോഴും അങ്ങ് ഉപദേശം തരുന്ന അങ്ങ് മടുത്ത് സാറേ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഉപദേശങ്ങൾ തരാം. ഇന്ന് ഞാൻ നല്ലൊരു റിവിഷനിലേക്ക് പോകട്ടെ. ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. കാരണം ഒറ്റയടിക്ക് അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ആ സയൻസ് ഒക്കെ തന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോശത്തെ കുറിച്ച് പഠിപ്പിച്ചതും ഓരോന്ന് എല്ലാ ഭാഗവും എനിക്ക് ഒന്ന് ഗ്രന്ഥികൾ പഠിപ്പിച്ചു, ഹോർമോൺ പഠിപ്പിച്ചു, ഹീമോഗ്ലോബിനെ കുറിച്ച് പഠിപ്പിച്ചു അല്ലേ? അതൊക്കെ എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് പോകണേ. കാരണം അങ്ങനെയൊക്കെയുള്ള പാർട്സ് നിങ്ങൾ ഒരു ഓർഡർ പോർഷൻ ബേസ് വെച്ച് പഠിക്കുകയും ചെയ്യണം. എൻ്റെ നോട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി പഠിച്ച് പ്രധാനപ്പെട്ട, കാരണം ഒരു അധ്യാപകൻ കൊണ്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. അത് പഴയ ചോദ്യ പേപ്പറുകളിൽ വന്നതുകൊണ്ട് ഇതും വീണ്ടും ആവർത്തിക്കാം. അതുമായി കണക്റ്റഡ് ഫാക്ട്സ് ആയിരിക്കും ചിലപ്പോൾ അടുത്തത് ചോദിക്കാം. ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി പഠിക്കട്ടെ എന്ന് ആഗ്രഹിച്ചാണ് ഓരോ ദിവസവും ഞാൻ വരുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു പോർഷനിലേക്ക് കയറുകയാണ്. നമുക്ക് ഭരണഘടന, LGS ഭരണഘടനയിലെ ഇന്ന് 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ആണ് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് 7ാം ക്ലാസ്സിലെ ഭരണഘടനാ ചോദ്യങ്ങളിലേക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭരണഘടനയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേര്. ഭരണഘടനയും വഴികാട്ടിയും എന്ന് പറയുന്നതാണ്. അതിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട ഒരു സംഘടന, ഫസ്റ്റ് പേജിൽ അത് അവർ കിടക്കുന്നത് ഒരു ഹിസ്റ്ററി രൂപത്തിലാണ്. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ രൂപീകരിച്ചത് 1885 ഡിസംബർ മാസം 28-ന്. സ്ഥാപകനായ A.O. ഹ്യൂമാണ്. ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. എവിടെയാണ് രൂപീകരിച്ചത്? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഇല്ല, ഞാൻ ആദ്യത്തെ വരി മാത്രമേ ഉള്ളൂ, ഞാൻ കൂടെ കണക്ട് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പം INC രൂപീകരിച്ച വർഷം എന്നാണ് 1885 ഡിസംബർ 28-ന്. സ്ഥാപകൻ A.O. ഹ്യൂമാണ്. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. ഈ സ്ഥാപകൻ എന്ന് മാത്രമല്ലേ, സെക്രട്ടറി, ആദ്യത്തെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാലും A.O. ഹ്യൂം പറയണം കേട്ടോ. INCയുടെ ആദ്യ സ്ഥാപകനും ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ A.O. ഹ്യൂം. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. സ്ഥലം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് രൂപീകരിച്ചത് അല്ലെ? INCയിൽ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ 72 പേർ പങ്കെടുത്തു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ടേ? INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ബാരിസ്റ്റർ G.P. പിള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ആര്? മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ G.P. പിള്ളയാണ്. അതുപോലെ പിന്നെന്താ, ഈ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലിലൂടെ കൊണ്ടുവന്നതും ആരാ? ബാരിസ്റ്റർ G.P. പിള്ളയെ. അപ്പൊ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം, തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ പിതാവ് ആര്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ നേതാവ്, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി. പിന്നെയുണ്ട്, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളിയായിരുന്നു വെച്ചിട്ടില്ലേ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളിയും ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോന്. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? KP കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ G.P. പിള്ള. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാ? 1891 മലയാളി മെമ്മോറിയൽ. തിരിഞ്ഞു വരാം നമുക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് കൊടുത്തത് ദാദാഭായ് നവറോജിയാണ്. INCക്ക് ആ പേര് കൊടുത്തത് ആരാണ്? ദാദാഭായ് നവറോജി. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും പറയേണ്ടത് എവിടാ? ദാദാഭായ് നവറോജി. കൊൽക്കത്ത സമ്മേളനം. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി, രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി, മൂന്നാമത്തെ പ്രസിഡന്റ് ആരാ? ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ബദറുദ്ദീൻ തിയാബ്ജി. മൂന്നാമത്തെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. നാലാമത്തെ ആളെന്താ പ്രത്യേകത? ആദ്യത്തെ വിദേശി പ്രസിഡന്റ്. അപ്പൊ INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ. അലഹബാദ് സമ്മേളനം. INCയിൽ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ വിദേശി ആരെന്ന് ചോദിച്ചാൽ വില്യം ബേഡർമാൻ ആണ്. INCയിൽ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ വിദേശിയാരാണ്? വില്യം ബേഡർമാൻ ആണ് അല്ലെ? INCയിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു INCയുടെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ചോദിച്ചാൽ C ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ
ശങ്കരൻ നായർ. വർഷം 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അല്ലെ. 1897 അമരാവതി. ചേറ്റൂർ ശങ്കരൻ നായരാണ് INC-യിൽ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ആരെന്ന് വെച്ചിട്ടുണ്ട്. ഗാന്ധിയും അരാജകത്വം അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. ഗാന്ധിയും അരാജകത്വം എന്ന് വെച്ചിട്ടുണ്ട്. ഇനി വന്ദേ മാതരം ആദ്യമായി പാടിയ INC-യുടെ സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി പാടിയത് 1911 കൊൽക്കത്ത സമ്മേളനം. അപ്പൊ വന്ദേ മാതരം ഏത് വർഷമാണ്? 1896. ജനഗണമന ഏത് വർഷമാണ്? 1911 ജനഗണമന ആദ്യമായി പാടിയത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയാൽ അതങ്ങ് തീരും. ഇവിടെ ഭരണഘടന ഇവിടെ കിടക്കും, അതുകൊണ്ട് തിരിച്ചു വരട്ടെ. അപ്പൊ വൈദേശിക ആധിപത്യത്തിൽ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടന ഏതാണ്? INC. ഏത് വർഷം? 1885. വേറൊരു നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. വൈദേശിക ആധിപത്യത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട കുറച്ച് ചെറിയ സംഘടനകളും സ്കൂൾ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ 1876 സുരേന്ദ്രനാഥ ബാനർജി രൂപീകരിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ. അപ്പം സുരേന്ദ്രനാഥ ബാനർജിയുടെ സംഘടനയുടെ പേരെന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ. നമുക്ക് രണ്ട് സംഘടനയുണ്ട്. ഇന്ത്യൻ അസോസിയേഷനും ഉണ്ട്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ഉണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജിയ. തെറ്റിപ്പോരുത്. അപ്പം അത് വർഷം പഠിക്കാൻ എളുപ്പമാണ്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ വരുന്നു, പിന്നെ ഇന്ത്യൻ വരുന്നു. 10 വർഷ വ്യത്യാസത്തിൽ. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത് 1876 സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ. അപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാ? ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ ആരാ? സുരേന്ദ്രനാഥ ബാനർജി. പിന്നെ പൂന സാർവജനിക് സഭ സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നു. 1870 MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെ. പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെ 1870. പിന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852 വന്ന മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഗസലു ലക്ഷ്മി നരസു ഷെട്ടി എന്ന് പറയുന്ന ആളാണ് ഇത് രൂപീകരിച്ചത്. അപ്പൊ വൈദേശിക ആധിപത്യത്തിന് വേണ്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട ചെറിയ സംഘടനകൾ ഇന്ത്യൻ അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഇതൊക്കെ പൂന സാർവജനിക് സഭയാരുടെ MG റാനഡെ. ഏത് വർഷമാ? 1870. 1873 സത്യശോധക സമാജ് എന്ന സംഘടന. അത് ജ്യോതി റാവു ബഫൂലെയാണ്. സത്യശോധക സമാജാരുടെ ജ്യോതി റാവു ബഫൂലെ 1873. പ്രാർത്ഥനാ സമാജമാരുടെ ആത്മാറാം പാണ്ഡുരംഗ് അല്ലെ. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം കൊണ്ടുവരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. അടുത്ത ചോദ്യം നോക്കേ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ട ഗാന്ധിജി നിർദ്ദേശിച്ച ആശയങ്ങൾ എത്ര എണ്ണമാണ്? ഇത്രയുമാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ടത്. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം. പരമാധികാരം ഉണ്ടാകണം, തുല്യത ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം, ലിംഗനീതി ഉണ്ടാകണം, മതേതരത്വം ഉണ്ടാകണം, ലഹരി വിമുക്തം ഉണ്ടാവണം. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയായ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് കയറി വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. INC ആണല്ലോ വന്നത്. അവരുടെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന 4 എണ്ണം. 1. വിദേശ ഭരണം അവസാനിപ്പിക്കുക. 2. ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക. 3. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. 4. മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഉറപ്പുവരുത്തുക. അപ്പം വിദേശ ഭരണം അവസാനിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഉറപ്പുവരുത്തുക. ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറുന്നതിന് മുമ്പ് ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത ഏത്? വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറുന്നതിന് മുമ്പ് 1950 ജനുവരി 26 ഇന്ത്യ. അതിനു മുമ്പ് നമുക്കൊരു നിയമസംഹിത വേണമല്ലോ. അത് ഏതായിരുന്നു? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പം 50 മുമ്പ് ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിലെ 321 ഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. പഠിച്ചു വെച്ചിരിക്കണേ, ഇത് ചോദിക്കാം. 321 ഭാഗങ്ങളും എത്ര പട്ടികകളാണ്? 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന
രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷുകാരുടെ മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ അല്ലെ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമല്ലേ ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ? എന്നാണ് ക്യാബിനറ്റ് മിഷൻ വരുന്നത്? 1946. ആരാ തലവൻ? പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരാണ്? പെത്വിക് ലോറൻസ്. അവർ എത്ര പേരുണ്ടായിരുന്നു? 3 പേരാണ് ക്യാബിനറ്റ് മിഷനിലുള്ളത്. ആരൊക്കെയാ? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. അതൊക്കെ ചോദിക്കാം. ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ഏത് എന്നൊക്കെ ഓപ്ഷനിൽ വരാം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് 3 പേര് ചേർന്നതാണ്. ഇതിന്റെ തലവൻ പെത്വിക് ലോറൻസ് ആണ്. പിന്നെ സ്റ്റഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടറുമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ക്യാബിനറ്റ് മിഷന്റെ തലവൻ. എന്നാൽ ക്യാബിനറ്റ് മിഷൻ വന്നത് 46ലാണ്. ഇവരുടെ പ്രധാന നിർദ്ദേശം സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത തയ്യാറാക്കൂ എന്നതായിരുന്നു ഇവരുടെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ തുടക്കം എങ്ങനെയായിരുന്നെന്ന്. തുടക്കം എങ്ങനെ? നമുക്ക് ഏറ്റവും പ്രധാനമായും ഒരു 5 ഡേറ്റ് പഠിക്കണം അവിടെ. 1946 ഡിസംബർ 6, 1946 ഡിസംബർ 9, 1946 ഡിസംബർ 11, 1946 ഡിസംബർ 13, 1946 ഡിസംബർ 23. ഏതൊക്കെ പറഞ്ഞു? എല്ലാം 46 ആണെന്ന് അറിയാം അല്ലെ? ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13, ഡിസംബർ 23 നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുകയും അവിടെ വെച്ച് താൽക്കാലിക പ്രസിഡന്റായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തതെന്ന് ഡിസംബർ 9. അപ്പൊ ആദ്യ സമ്മേളനം എന്ന് ഡിസംബർ 9, സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തതും ഡിസംബർ 9. ഇനി സ്ഥിരം പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തതെന്ന് ഡിസംബർ 11. സ്ഥിരം പ്രസിഡന്റ് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. അപ്പൊ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് ഏതാണ്? ഡിസംബർ 13. അടുത്തത് ആ സമ്മേളനത്തിന്റെ അവസാന ദിവസം, ആദ്യ സമ്മേളനം കൂടിയതിന്റെ ആ പ്രാവശ്യത്തെ അവസാന ദിവസം ഏത് എന്ന് ചോദിച്ചാൽ ഡിസംബർ 23 ആണ്. അപ്പൊ 6 രൂപീകരിച്ചു, 9 ആദ്യ സമ്മേളനം, 11 സ്ഥിരം പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു, 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, 23 അവസാന സമ്മേളനം കൂടി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 47 ജനുവരി 22-നാണ്. അത് 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. 47 ജനുവരി 22-നാണ്. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഏത്? ഡിസംബർ 13. അംഗീകരിച്ചതെന്ന്? അത് 47 ജനുവരി 22-നാണ്. 47 ഓഗസ്റ്റ് 22 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഇതും കൂടെ പഠിച്ചേരെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 47 ഓഗസ്റ്റ് 22-ന് ഏറ്റവും വലിയ കമ്മിറ്റി ഏതാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 പേരല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരാണ്? BR അംബേദ്കർ. ഓക്കെ, ഡേറ്റുകൾ ഒന്നും കൂടെ പറഞ്ഞേ. ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13, ഡിസംബർ 23, 47 ജനുവരി 22, 47 ഓഗസ്റ്റ് 22. 47 വരുന്ന 2 എണ്ണേ ഉള്ളൂ അല്ലെ? ജനുവരി 22, ഓഗസ്റ്റ് 22. ജനുവരി 22-ന് ഏതായിരുന്നു? ജനുവരി 22-ന് നമ്മുടെ ഏതാ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി ഏറ്റവും വലിയ കമ്മിറ്റിയെ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് 22, 47-ലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. സ്കൂൾ ടെസ്റ്റിൽ അങ്ങനെ കിടക്കുന്ന 18 കറക്റ്റ്. 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം, സ്വീകരിക്കപ്പെട്ട ദിവസം, ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചതെന്ന് സ്വീകരിക്കപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-നാണ്. 49 നവംബർ 26. ഡേറ്റ് തെറ്റരുത്. ആ നവംബർ 26 ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടനാ ദിനമെന്നും നിയമദിനമെന്നും പറയുന്നത് നവംബർ 26 ആണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് എന്നാണ് 49 നവംബർ 26. നവംബർ 26 ഏത് ദിനം? ഭരണഘടനാ ദിനമെന്നും നിയമദിനമെന്നും അറിയപ്പെടുന്നു. നവംബർ 26 നമ്മൾ വേറൊന്നുണ്ട്, ക്ഷീരദിനം. ദേശീയ ക്ഷീരദിനം എന്നു ചോദിക്കും. വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ ക്ഷീരദിനമായിട്ട് പറയുന്നത് നവംബർ 26. വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരനല്ലേ? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് വർഗീസ് കുര്യൻ. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാ? ഓപ്പറേഷൻ ഫ്ലഡ്. FLOOD, ഫ്ലഡ്. പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പൊ ധവള വിപ്ലവത്തിന്റെ പിതാവ്
നേതാവാര മലയാളിയായ കോഴിക്കോടുകാരനായ വർഗീസ് കുര്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അതല്ലെങ്കിൽ റിപ്പബ്ലിക് ആയത് എന്ന് ചോദിച്ചാൽ 50 ജനുവരി 26. അപ്പൊ സ്വീകരിക്കപ്പെട്ടതോ അംഗീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 49 നവംബർ 26. റിപ്പബ്ലിക് ആയത് ചോദിച്ചാൽ 50 ജനുവരി 26 ആണ്. എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനാകുന്ന സംവിധാനം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനാകുന്ന സംവിധാനമുള്ള രാജ്യങ്ങളെ എന്ത് വിളിക്കാം? റിപ്പബ്ലിക്. നമുക്ക് രാഷ്ട്രപതി ഉണ്ടല്ലോ. അങ്ങനെ എന്താ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്ന സംവിധാനം. നിയമനിർമ്മാണ സഭ നമുക്കില്ലേ? രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമം. അങ്ങനെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തെ പാർലമെന്ററി ജനാധിപത്യ. പോയിന്റുകൾ പഠിച്ചു വെക്കണേ, സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നതാണ്. അടുത്ത നല്ലൊരു പോയിന്റ്. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുക്കുന്ന സംവിധാനത്തെ ഫെഡറലിസം എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് ഫെഡറലിസം? ഒരു രാജ്യത്തിന്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന സംവിധാനം ഫെഡറലിസം. ഫെഡറലിസത്തിന്റെ 3 സവിശേഷതകൾ ബുക്കിൽ കിടപ്പുണ്ട്. 3 എണ്ണമാണ്. അത് 3ഉം പഠിച്ചേ പറ്റൂ. ഒന്ന്, ഒരു രാജ്യത്ത് ഒരു ഫെഡറലിസം എന്ന് പറയണമെങ്കിൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന ഉണ്ടാവണം. 2, അധികാര വിഭജനം ഉണ്ടാവണം. 3, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പം ഫെഡറലിസത്തിന്റെ 3 സവിശേഷതകൾ ഏതൊക്കെയാ? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്വാസി ഫെഡറൽ ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എങ്ങനെയാണ്? ക്വാസി ഫെഡറൽ. അപ്പൊ എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കുന്നതിനെ ഫെഡറലിസം എന്ന് വിളിക്കുന്നു. ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന ഉണ്ടാകും, അധികാര വിഭജനം ഉണ്ടാവും, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്നത് എന്ന് നോക്കാം. ജനങ്ങളുടെ പരമാധികാരം, അതായത് രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നതാണ് ജനങ്ങളുടെ പരമാധികാരം. എന്താണ് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ആയിരിക്കും സെന്റൻസിൽ വരുന്നത് കേട്ടോ. എല്ലാ ഈ വൺ വേർഡ് ചോദ്യങ്ങളെക്കാൾ ഇങ്ങനെയുള്ളതാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് അതീതരല്ല എന്നും പറയുന്നതാണ് നിയമവാഴ്ച. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നത് ഏതാണ്? നിയമവാഴ്ച എന്ന് വിളിക്കുന്നു. എന്താണ് ഏക പൗരത്വം? സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ലാതെ രാജ്യത്തിനായി ഒറ്റ പൗരത്വം ഉള്ളതിനെ ഏക പൗരത്വം. ഇന്ത്യ ഏക പൗരത്വമാണല്ലോ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക, ചില രാജ്യങ്ങൾക്ക് അങ്ങനെയുണ്ട്. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ലാതെ രാജ്യത്തുള്ള ഒറ്റ പൗരത്തെ ഏക പൗരത്വം. അടുത്ത എന്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതികളുണ്ടല്ലോ, സുപ്രീം കോടതി, ഹൈക്കോടതി, അവര് നിയമനിർമ്മാണവും കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട് ഉള്ള കോടതി സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ. അതിനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അടുത്തതായി ഈ 3 എണ്ണം വെരി വെരി ഇമ്പോർട്ടന്റ് പഠിച്ചേക്കണം. സെന്റൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിപ്പിച്ചു പോണേ. എന്താണ് മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശം. തിരിഞ്ഞു പോരുത്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന അടിസ്ഥാന അവകാശം മൗലിക അവകാശം. അപ്പൊ മൗലിക കടമ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും അങ്ങോട്ടാണ് രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. അപ്പം ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ മൗലിക കടമകൾ എന്ന് വിളിക്കുന്നു. മൗലിക അവകാശങ്ങൾ എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ്. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? ഭാവി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളെ, ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളെ എന്ന് വിളിക്കാം? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കാം. എന്താണ് ആമുഖം? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്.
പ്രതിപാദിക്കുന്നത്. കണ്ടോ, എന്താണ് ആമുഖം എന്ന് പറഞ്ഞാൽ? എന്താണ്? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ 4 സെറ്റും ഒന്ന് പഠിച്ചേരെ. മൗലിക അവകാശം എന്തായിരുന്നു നമ്മൾ പറഞ്ഞ? മൗലിക അവകാശം ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തുന്നത്. മൗലിക കടമയോ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തം. മാർഗനിർദ്ദേശക തത്വങ്ങളോ? നമ്മുടെ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു കൂട്ടം നിർദ്ദേശം. ആമുഖം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ. ഇതാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്തത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇതിന്റെ ഉള്ളടക്കം എന്തൊക്കെയായിരുന്നെന്ന്? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. തെറ്റരുത്. അപ്പം ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകളാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉൾഭാഗം 25 ഭാഗങ്ങൾ, 22 അങ്ങ് 25ആയി, 395 അങ്ങ് 470ആയി, 8 പട്ടികകൾ 12 പട്ടികകളായി മാറി. അപ്പം 25 ഭാഗങ്ങൾ, 470 ആർട്ടിക്കിളുകൾ, 12 പട്ടികകൾ. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ 32 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. ഇപ്പോൾ 25 ഭാഗങ്ങൾ, 470 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ. പോക്സോ ആക്ടിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19-നും പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14-മാണ്. ശിശുദിനം ഓർത്തു വെച്ചെന്നാൽ മതി കേട്ടോ, നവംബർ 14. അപ്പൊ പോക്സോ ആക്ടിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നു ചോദിച്ചാൽ 2012 ജൂൺ 19-ഉം നിയമം നിലവിൽ വന്നത് 2012 ജൂൺ 14-നുമാണ്. ഇനി ഇത് ഈ അടുത്ത കാലത്ത് ഭേദഗതി ചെയ്തു 2019 ഓഗസ്റ്റ് 6-നാണ് ഭേദഗതി ചെയ്തത്. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് നമ്മൾ ഒരു കുട്ടിയായിട്ട് പരിഗണിക്കേണ്ടത്, അല്ലെ? ഒരു പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെ നമ്മൾ എന്തായിട്ട്? കുട്ടിയായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ, ഇനി ഈ ലൈംഗിക അതിക്രമണ കേസുകൾ ഉണ്ടായാൽ പോക്സോ ആക്ട് വഴി അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനാകണം. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേര് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നതാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നതാണ്. ഇനി ഭരണഘടനാ ഭേദഗതി, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമേ അവർ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇതങ്ങ് പഠിച്ചു വെച്ചേരെ. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ എത്രയാണ്? 368 ആണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഭാഗം 20 കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. അടിസ്ഥാന ഘടനയിൽ ഒരു ഭേദഗതി ചെയ്യാൻ പാടില്ല. ഇത്രയും മനസ്സിലായില്ലേ? ഒന്നും കൂടെ, ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368 ഭാഗം 20 എവിടെ നിന്ന് കടമെടുത്തു? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്ക്? പാർലമെന്റിന്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരിക്കലും ഭേദഗതി ചെയ്യാൻ പാടില്ല. ഇനി ആ കേസുകൾ നോക്കേ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഏതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. ഒരു അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42-ാം ഭേദഗതിയിൽ. ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ, 76 42-ാം ഭേദഗതിയിലൂടെയാണ്, അല്ലെ? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നൊരു വിധിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു ഈ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന്. അത് 1960 ബെറുബാറി ബെറുബാറിയും യൂണിയൻകാരും തമ്മിലുള്ള കേസുമായിരുന്നു. പക്ഷേ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ചത് 73 കേശവാനന്ദ ഭാരതിയും നമ്മുടെ കേരള സർക്കാരും തമ്മിലുള്ള കേസായിരുന്നു. അപ്പം കേശവാനന്ദ ഭാരതിയും 73 കേസിലൂടെയാണ് ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത്. ഈ കേസിലൂടെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. കാസർഗോഡ് എടനീർ മഠത്തിലെ അധിപതിയാണ് ഈ കേശവാനന്ദ ഭാരതി. ആരാന്നൊക്കെ ചോദിച്ചാൽ
കാസർഗോഡ് എടനീർ മഠത്തിലെ അധിപതിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന 3 രീതിയിലുള്ള ഭേദഗതികളുണ്ട്. ഇത് പഠിച്ചു വെച്ചിരിക്കണേ, സ്റ്റേറ്റ്മെന്റിൽ വരാം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 3 ഭേദഗതികൾ: 1 അയവുള്ള ഭേദഗതി, 2 ദൃഢമായ ഭേദഗതി, 3 അതിദൃഢമായ ഭേദഗതി. അപ്പം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 3 ഭേദഗതികൾ: ഒരെണ്ണം അയവുള്ള ഭേദഗതിയായിരിക്കും, 2 ദൃഢമായ ഭേദഗതിയായിരിക്കും, 3 അതിദൃഢമായ ഭേദഗതി. അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംസ്ഥാനങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക, അതുപോലെ പൗരത്വം നിശ്ചയിക്കുക, അങ്ങനെയുള്ള പൗരത്വം നിശ്ചയിക്കുക, ഇതൊക്കെയാണ് അയവുള്ള ഭേദഗതി. ദൃഢമായ ഭേദഗതി എവിടെയാണ് നടത്തേണ്ടത്? മൗലിക അവകാശം, മൗലിക കർത്തവ്യം, നിർദ്ദേശകത്വം, അവിടെയൊക്കെ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ ദൃഢമായ ഭേദഗതി. അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, അതുപോലെ ഈ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ, ഇതൊക്കെയാ അതിദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയാം? 1951 1-ാം ഭേദഗതിയാണ്. 51 ആദ്യ ഭേദഗതിയായിട്ട് പറയുന്നത്. അതിലാണ് നമ്മൾ 9-ാം പട്ടിക കൂട്ടിച്ചേർക്കുകയും അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് ആദ്യ ഭേദഗതി. കേട്ടല്ലോ, അത് കൊണ്ടുവന്നത് നെഹ്റുവും ആ സമയത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ പ്രധാനമന്ത്രി ചോദിച്ച നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭേദഗതികൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കാം. 1 1976 42-ാം ഭേദഗതി. ഇച്ചിരി മുമ്പ് പറഞ്ഞു, ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 76 42-ാം ഭേദഗതി. ഇതിനെ വിളിക്കുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന. സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ആമുഖം നമ്മുടെ 42-ാം ഭേദഗതി നിലവിൽ വന്ന കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. നമ്മൾ വേറെടുത്ത് പഠിച്ചിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയും സ്വരൺ സിംഗ് കമ്മിറ്റി. കാരണം 42-ാം ഭേദഗതിയിലാണല്ലോ മൗലിക കർത്തവ്യങ്ങൾ കയറി വരുന്നത്. അപ്പം ഇങ്ങനെ രണ്ടും ചോദിച്ചാലും തെറ്റിപ്പോരുത്. 42-ാം ഭേദഗതി വന്ന കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയും സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ആമുഖത്തില് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൊണ്ടുവന്നത് 42-ാം ഭേദഗതിയിലാണ്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും. അപ്പൊ 42-ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത് 78-ലെ 44-ാം ഭേദഗതി. 44 വെരി വെരി ഇമ്പോർട്ടന്റ്, ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. LGSന് എപ്പോഴും ചോദിക്കാം. 31-ാമത്തെ നമ്മുടെ ആർട്ടിക്കിളായ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. 31-ാമത്തെ അനുച്ഛേദമായ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 44-ാം ഭേദഗതിയാണ്. ഇപ്പോൾ ഇത് നിലവിൽ 300A കിടക്കുന്നത്. സ്വത്തവകാശം എങ്ങോട്ട് മാറ്റി? 300A മാറ്റി. സ്വത്തവകാശം മുമ്പ് ഭരണഘടനയുടെ 3-ാം ഭാഗം മൗലികാവകാശത്തിലാണ്. ഇപ്പൊ അതെന്തായിട്ട് മാറി? ഇപ്പൊ അത് നിയമാവകാശമായി ഭാഗം 12-ൽ കിടക്കുകയാണ്. അപ്പൊ സ്വത്തവകാശം ഇപ്പൊ ഏതിൽ കിടക്കുകയാണ്? നിയമാവകാശമായി ഭാഗം 12-ലാണ് കിടക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. പ്രധാനമന്ത്രി മൊറാർജി ദേശായും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി പ്രധാനമന്ത്രി ചോദിച്ചാൽ മൊറാർജി ദേശായും, പ്രസിഡന്റ് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരെണ്ണം 1992-ലെ 73-ാം ഭേദഗതി. 73 എന്ന് കേട്ടാലേ എല്ലാവർക്കും അറിയാം. ഏതാ? പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73. 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി ഭാഗം 9. അപ്പൊ പഞ്ചായത്ത് രാജിന്റെ ഭേദഗതി ചോദിച്ചാൽ 73, പട്ടിക ചോദിച്ചാൽ 11, ഭാഗം ചോദിച്ചാൽ 9. ഇങ്ങനെയൊക്കെ ഒരു കോഡ് ഉണ്ടാക്കിയൊക്കെ പഠിക്കണേ. എന്നാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്? 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24. പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമാണ്. അപ്പൊ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നാണ്? 1993 ഏപ്രിൽ 24. അതുകൊണ്ട് ഏപ്രിൽ 24 ഏത് ദിനം? പഞ്ചായത്ത് രാജ് ദിനം എന്ന് വിളിക്കുന്നു. പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയും. ഇനി അടുത്തത് നോക്കാം. 1992-ലെ 74-ാം ഭേദഗതി നഗരപാലിക നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഭാഗം 12 തന്നെ, പട്ടിക 12 തന്നെയാ, പക്ഷെ ഭാഗം 9A എന്ന് പറയണം. അപ്പൊ 74 നഗരപാലിക, പട്ടിക 12, ഭാഗം 9A. പഞ്ചായത്ത് രാജോ? പഞ്ചായത്ത് രാജ് 73, പട്ടിക 12, ഭാഗം 9 എന്ന് പറഞ്ഞു.
നിലവിൽ വന്നത് 1993 ജൂൺ 1-നാണ്. പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാർ ശർമ്മയുമാണ് 74-ാം ഭേദഗതിയും 73-ാം ഭേദഗതിയും കൊണ്ടുവരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് 2002-ലെ 86-ാം ഭേദഗതി എന്താ? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മൗലികാവകാശമാണ് എന്നുള്ളതാണ് 2002-ലെ 86-ാം ഭേദഗതി. ആർട്ടിക്കിൾ 21A-ൽ മൗലികാവകാശമായ 21A-ൽ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4-ന്. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2009 ഓഗസ്റ്റ് 4-നും. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നുമാണ്. 2010 ഈ ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. 2010 ഏപ്രിൽ 1-ന്. പ്രധാനമന്ത്രി AV വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമാണ്. അപ്പം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതി 86. ഞാൻ ഇച്ചിരി ഒന്ന് റിവിഷൻ തരാം. ഇനി ഇതൊന്ന് പഠിച്ചേരെ. 1988-ലെ 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കിയത് 61-ാം ഭേദഗതി. ഇത് നിലവിൽ വന്നത് 89-ലാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആക്കിയ വർഷം എന്ന് ചോദിച്ചാൽ 89. ഭേദഗതി 88-ലെ 61-ാം ഭേദഗതി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, പ്രസിഡന്റ് ആർ വെങ്കിട്ടരാമനാണ്. ഇനി 2016-ലെ 101-ാം ഭേദഗതി നോക്കാം. GST നടപ്പിലാക്കിയത് 2016-ലെ 101-ാം ഭേദഗതിയിലാണ് GST നടപ്പിലാക്കുന്നത്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വരുന്നത്. കണ്ടോ, 2017 ജൂലൈ 1-നാണ്. ആർട്ടിക്കിൾ 246A ആണ് GSTയെ കുറിച്ച് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രണവ് മുഖർജിയും. ഓക്കെ, ഇപ്പം അതാണ്. ഇനി ലാസ്റ്റ് ഇതും കൂടെ പഠിച്ചേരെ. 2023-ലെ 106-ാം ഭേദഗതി വനിതാ സംവരണ ബില്ല്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28. ഡേറ്റ് വേണേ. വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ഭേദഗതി ചോദിച്ചാൽ 106. 2023 സെപ്റ്റംബർ 28-ന് ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തത് 106-ാം ഭേദഗതിയിലാണ്. ഏതൊക്കെ പഠിച്ചത്? 42-ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, 44-ാം ഭേദഗതി സ്വത്തവകാശം. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ? വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ചത് ഏതാ? 61-ാം ഭേദഗതിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ പഠിച്ചത്? 61 കഴിഞ്ഞിട്ട് നമ്മുടെ 2002-ലെ 86-ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. പിന്നെ GST പഠിച്ചു 2016-ലെ 101-ാം ഭേദഗതി. ഇപ്പോൾ വനിതാ സംവരണ ബില്ല് പഠിച്ചു 2023-ലെ 106-ാം ഭേദഗതി വനിതാ സംവരണ ബില്ല്. ഓക്കെ, ഇത്രയാണ് 7-ാം ക്ലാസ് പറയുന്നത്. ഇനി 9-ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിലെ ചാപ്റ്റർ 4 രണ്ടെണ്ണം ഉണ്ട്. അതിൽ ചാപ്റ്റർ 4 ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം. ഒരുവിധം മറ്റേത് പറയുന്നതൊക്കെ തന്നെ ഇവിടെ. ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു അല്ലെ. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ. ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികളാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് നമ്മുടെ പൂർണ്ണ സ്വരാജ് ആണ്. 1929-ലെ ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ഓർത്തു വെക്കണേ. അപ്പൊ ആമുഖത്തിന്റെ ശില്പി നെഹ്റു. ആമുഖം പ്രതിപാദിക്കുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. 1946 ഡിസംബർ 13-ന് ആമുഖം എന്ന് പറയുന്ന ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുകയും ആമുഖം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി 1949 നവംബർ 26 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് അഥവാ സ്വീകരിക്കപ്പെട്ട ഡേറ്റ് 49 നവംബർ 26. ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരം നൽകുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിലെ 4 ലക്ഷ്യത്തിന്റെ പേര് പറയാം. വെരി വെരി ഇമ്പോർട്ടന്റ്. ആമുഖത്തിലെ 4 ലക്ഷ്യത്തിന്റെ പേര് പറ. 1 നീതി, 2 സമത്വം, 3 സ്വാതന്ത്ര്യം, 4 സാഹോദര്യം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെ തന്നെ പഠിക്കണേ. നമ്മൾക്കെല്ലാം കൺഫ്യൂഷൻ വരുന്ന ഓപ്ഷനുകളായിരിക്കും. ആമുഖത്തിൽ 4 ലക്ഷ്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇന്ത്യൻ ഭരണഘടന പറയുന്ന 3 തരം
തരം നീതികൾ ഏതൊക്കെ? സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇന്ത്യൻ ഭരണഘടന പറയുന്ന 3 തരം നീതികൾ ഏതൊക്കെയാ? സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പൊ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു എന്താണ്? പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആമുഖം അനുസരിച്ച് ഇന്ത്യ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നും അറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയാണ്. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. നിയമനിർമ്മാണം താരതമ്യേന എളുപ്പമാണ്, എന്നാൽ നിയമ ഭേദഗതി പ്രയാസമാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് വരാം, സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. അതായത് നിയമനിർമ്മാണം താരതമ്യേന എളുപ്പം, പക്ഷെ നിയമ ഭേദഗതി പ്രയാസകരമാണ്. അതായത് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, എന്നാൽ ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിലൂടെ ഭേദഗതി ചെയ്യാം. അതുകൊണ്ടാണ് അയവുള്ളതും ദൃഢവുമാണെന്ന് പറയുന്നത്. അപ്പൊ ചില വ്യവസ്ഥകൾ എന്താണ് ചെയ്യാൻ പ്രത്യേക നടപടിക്രമം പാലിക്കേണ്ടതാണ്, എന്നാൽ ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിലൂടെ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇനി ലോകസഭയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നമുക്ക് പോയിന്റുകൾ നോക്കാം. പാർലമെന്റിന്റെ അധോസഭ ലോകസഭ. ആർട്ടിക്കിൾ 81 ഭാഗം 5 ലോകസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 81 ഭാഗം 5ലാണ്. നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. ലോകസഭ നിലവിൽ വന്നത് 52 ഏപ്രിൽ 17. പരമാവധി അംഗസംഖ്യ 550 പേർക്കിരിക്കാം. നിലവില് 543 പേരെ ഉണ്ട്. അപ്പൊ ലോകസഭയില് നിലവിൽ ഇപ്പൊ എത്ര പേരാണ്? 543. പരമാവധി 550 പേർക്ക്. ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോകസഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബേസ് എല്ലാം കിട്ടിയല്ലോ. പാർലമെന്റിന്റെ അധോസഭ എന്ന് വിളിക്കുന്നു. ആർട്ടിക്കിൾ 81 ഭാഗം 5ലാണ് ലോകസഭയെ കുറിച്ച് പറയുന്നത്. നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. പരമാവധി അംഗസംഖ്യ 550, നിലവിൽ 543. കുറഞ്ഞ പ്രായം 25 വയസ്സ്. കാലാവധി 5 വർഷം. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കി ലോകസഭാ ചേംബർ രൂപകൽപ്പന ചെയ്തത്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോകസഭയോടാണ്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോകസഭയോടാണ്. ശ്രദ്ധിച്ചോണേ ആ പോയിന്റ്. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റ് ഉത്തർപ്രദേശിൽ 80 എണ്ണവും കേരളത്തിൽ നിന്ന് 20 സീറ്റുകളാണ് ലോകസഭയിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്, 80 എണ്ണം. കേരളത്തിൽ നിന്ന് എത്ര ലോകസഭാ സീറ്റ്? 20 എണ്ണമാണ്. ഒരു ലോകസഭാ മണ്ഡലം മാത്രമുള്ള സംസ്ഥാനങ്ങൾ 3 എണ്ണമാണ്. മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഒരാളെ മാത്രമേ ലോകസഭയിലേക്ക് വിടുന്നുള്ളൂ. മിസോറാം, നാഗാലാൻഡ്, സിക്കിമാണ്. ലോകസഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84. കേരളത്തിൽ നിന്ന് 2 പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ, ആലത്തൂരും മാവേലിക്കരയും. അപ്പൊ ലോകസഭയിലേക്ക് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84. കേരളത്തിൽ നിന്ന് 2 പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ, ആലത്തൂര്, മാവേലിക്കര. പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 47. കേരളത്തിൽ നിന്ന് ഒന്നുമില്ല. പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 47 ആണ്. ലോകസഭയിൽ ഈ അടുത്ത കാലത്ത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം നിർത്തലാക്കി. 2020 104 ഭേദഗതി. അത് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം നിർത്തലാക്കിയത് 2020 104 ഭേദഗതി. ധനബില്ലും അവിശ്വാസ പ്രമേയവും കണ്ടോ, ഈ 2 എണ്ണം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പൊ ലോകസഭയിൽ മാത്രം അവതരിപ്പിക്കുന്നതാണ് ധനബില്ലും അവിശ്വാസ പ്രമേയവും. ലോകസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ലോകസഭാ സ്പീക്കർ ആയിരിക്കും. ഇനി രാജ്യസഭയെ കുറിച്ച് നോക്കാം. രാജ്യസഭയാണ് പാർലമെന്റിന്റെ ഉപരിസഭ, മുതിർന്നവരുടെ സഭ. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റിന്റെ സഭ എന്ന് വിളിക്കുന്നത് രാജ്യസഭയാണ്. ഭാഗം 5 ആർട്ടിക്കിൾ 80ലാണ് രാജ്യസഭയെ കുറിച്ച് പറയുന്നത്. ഭാഗം 5 ആർട്ടിക്കിൾ 80ലാണ് നമ്മൾ പറയുന്നത്. അപ്പം മറ്റേടത്ത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? മറ്റേടത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ലോകസഭയിൽ ഭാഗം 81 ആർട്ടിക്കിൾ 81 ഭാഗം 5 എന്നാണ് നമ്മൾ പറഞ്ഞത്.
അപ്പം ലോകസഭയുടെ ആർട്ടിക്കിൾ 81 രാജ്യസഭയുടെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 80 വരേണ്ടത്. രാജ്യസഭയുടെ ആർട്ടിക്കിൾ ഏതാണ്? 80 രാജ്യസഭയുടെ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഭാഗം 5 അത് 5 തന്നെ എല്ലാം. പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ ഭാഗം ചോദിച്ച 5. നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പക്ഷെ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷം. സത്യം പോലെ 5 എഴുതി കളയരുത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. അടുത്ത നമുക്ക് നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകണം. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം, ഈ പോയിന്റ് ഒക്കെ തെറ്റരുത്, ഓരോ 2 വർഷം കൂടുമ്പോഴാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. പക്ഷെ തെറ്റിപ്പോരുത്, രാജ്യസഭ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ രാജ്യസഭ ചെയർമാൻ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സെന്ന്. അപ്പൊ രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അംഗം എന്നൊക്കെ ചോദിച്ചാൽ 30 എഴുതിക്കോ. പക്ഷെ രാജ്യസഭയുടെ ചെയർമാന്റെ യോഗ്യത അല്ല കുറഞ്ഞ പ്രായം 35 വയസ്സ്. രാജ്യസഭയിൽ പരമാവധി 250 പേർക്കാണ്. 250 പേർക്ക്. നിലവിൽ അംഗസംഖ്യ 245 രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം. കലാ, സാഹിത്യം, ശാസ്ത്ര മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ 12 പേരെ. രാജ്യസഭയുടെ ചേംബർ ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതി. അവിടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിൽ ലോകസഭ വന്നപ്പോൾ ഇത് താമര. രാജ്യസഭയിലേക്ക് ഓരോ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ഈ പോയിന്റ് തെറ്റരുത്. രാജ്യസഭയിലേക്ക് ഓരോ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉത്തർപ്രദേശിലും 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ഉത്തർപ്രദേശില് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് 31, മഹാരാഷ്ട്ര 19. കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്. നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ രാജ്യസഭാ അംഗങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നില്ല അല്ലെ. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും തദ്ദേശ സ്വയംഭരണമൊക്കെ നമുക്ക് വോട്ടിടാം. പക്ഷേ രാജ്യസഭയിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടുന്നത് ആരാ? സംസ്ഥാന നിയമസഭയിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട MLA-മാർ ചേർന്നാണ്. അടുത്ത നല്ലൊരു പോയിന്റിലേക്ക്. ഓക്കെ, പുതിയ അഖിലേന്ത്യാ സർവീസുകളെ സൃഷ്ടിക്കുന്നത് പാർലമെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരവും രാജ്യസഭയ്ക്കാണ് കേട്ടോ. അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം നിർമ്മിക്കേണ്ടത് പാർലമെന്റാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതും പാർലമെന്റ് ആണ്. ഇതൊക്കെ സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ ഭേദത്തിന്റെ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിക്കും കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. അപ്പം അധികാരം നിക്ഷിപ്തമായിരിക്കുന്നു എന്ന വാക്കാണെങ്കിൽ രാഷ്ട്രപതി എഴുതിയത്. പക്ഷെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. അടുത്ത, ഭരണഘടനാപരമായി കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എപ്പോഴും രാഷ്ട്രപതിയായിരിക്കും. രാഷ്ട്രപതിയെ കുറിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. 35 വയസ്സ് പൂർത്തീകരിക്കണം, ഇന്ത്യൻ പൗരനാകണം, കാലാവധി 5 വർഷമാണ്. ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാ? ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആ വാക്ക് വേണേ, ആ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ് തെരഞ്ഞെടുക്കുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. പ്രധാന ചുമതലകൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെ മന്ത്രിസഭയെ നിയമിക്കുക, സുപ്രീം കോടതിയെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക. സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും ജസ്റ്റിസുമാരെ എല്ലാം നിയമിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സൈന്യയുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതല വഹിക്കേണ്ടത് ഉപരാഷ്ട്രപതിയും, ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയുടെ അഭാവത്തിൽ എടുക്കേണ്ടതാണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി നമുക്കറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഒരു പ്രധാനമന്ത്രിയാകാൻ 25 വയസ്സ്. കാരണം ലോകസഭയിൽ നിന്നാണല്ലോ കൂടുതലും പ്രധാനമന്ത്രിമാരുള്ളത്. അപ്പൊ 25, കാലാവധി 5 വർഷം. പ്രധാനമന്ത്രി രാജിക്കത്ത് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ മുന്നണിയുടെ നേതാവിനെ നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷം മാറി വരാറുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ നമ്മുടെ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപീകരിക്കുകയും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലെ മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിൽക്കുന്നു. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന
കണ്ണിയായിട്ട് നിൽക്കുന്നതും പ്രധാനമന്ത്രിയാണ്. സുപ്രീം കോടതി 1950 ജനുവരി 28 നിലവിൽ വന്നു. ഡേറ്റ് തെറ്റരുത്. 1950 ജനുവരി 28 നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഔദ്യോഗിക കാലാവധി 65 വയസ്സ് വരെ. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. നിയമിക്കുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടതും രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യേണ്ടത് പാർലമെന്റ് ആണ്. കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അവിടുത്തെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ഇവരുടെ ഔദ്യോഗിക കാലാവധി, അതായത് ചീഫ് ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ജഡ്ജിയുടെ കാലാവധി അല്ലെങ്കിൽ വിരമിക്കൽ പ്രായം 65 വയസ്സ്. നിയമിക്കുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്ക്, നീക്കം ചെയ്യുന്നത് പാർലമെന്റ് ആണ്. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായി നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ നീതിന്യായ പുനരവലോകനത്തെ പറ്റിയുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ 137, വെരി വെരി ഇമ്പോർട്ടന്റ്, 137 ആണ് നീതിന്യായ പുനരവലോകനത്തെ പറ്റിയുള്ള ആർട്ടിക്കിൾ. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 5 തന്നെയാണ്. നമ്മുടെ ലോകസഭയും രാജ്യസഭയും സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നത് 129. സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, രാഷ്ട്രപതിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ സ്വീകരിക്കണമെങ്കിൽ സുപ്രീം കോടതിയോട് ആലോചിക്കാൻ 143. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. ഹരിലാൽ ജെ കെനിയ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? 53ാമത്തെ വ്യക്തിയായ ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇനി ഭരണഘടനാ ലിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7 ആണ്. പട്ടിക എത്രയാണ്? 7. കേന്ദ്ര സംസ്ഥാന നിയമങ്ങളുടെ അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 245. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇവയെ കുറിച്ച് പറയുന്നത് 246മാണ്. 246. അപ്പൊ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് 245. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? 246 ആണ്. യൂണിയൻ ലിസ്റ്റ് തുടക്കത്തിൽ 97, ഇപ്പോൾ 100 സ്റ്റേറ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 66, ഇപ്പോൾ 61. കാരണം 5 എടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ കൊടുത്തല്ലോ. കൺകറന്റ് ലിസ്റ്റ് തുടക്കത്തിൽ 47, ഇപ്പൊ 52 5 കൂടി. കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുണ്ട്. നിയമനിർമ്മാണം നടത്താൻ തുല്യ അധികാരം. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന വിഷയങ്ങൾ എന്ന് വിളിക്കുന്നു. അവശിഷ്ടാധികാരം. ഉദാഹരണം സൈബർ നിയമങ്ങൾ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന വിഷയങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അവശിഷ്ട വിഷയങ്ങൾക്ക് ഉദാഹരണം ഏതാ? സൈബർ നിയമങ്ങൾ. ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്. ഈ വരി ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ LDCക്ക് ഒക്കെ ചോദിക്കുന്നതാ. ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ, MM പുഞ്ചി കമ്മീഷൻ. അതൊന്ന് പഠിച്ചു വെക്കണം. ഭരണഘടനയുടെ ഭാഗം 1ലാണ് യൂണിയനും പ്രദേശങ്ങളും. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ പറയുന്നത്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പ്രതിയുന്നു. അപ്പൊ ഭരണഘടനയുടെ ഭാഗം 1 എന്താണെന്ന് സ്കൂൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്. യൂണിയനും പ്രദേശവും ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പുതിയ സംസ്ഥാന രൂപീകരണം എന്നുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 3. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 3 പേര് ചേരുന്നതാണ്. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. പാർലമെന്റ് എന്ന് പറയുന്നത് 3 പേര് ചേരുന്നതാ. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. ലിസ്റ്റുകൾ ഞാൻ അല്ലാതെ ഒരു ചെറിയ അധ്യായങ്ങൾ എന്ന് പറഞ്ഞ് ഹോട്ട് ടോപ്പിക്സ് തുടങ്ങും. അപ്പൊ ഞാൻ എഴുതി തരാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇത്രയാണ് ആ 2 ചാപ്റ്ററിലെ പോയിന്റുകൾ. ഒരുവിധം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് 2 ചാപ്റ്ററിലെ പോയിന്റുകൾ. മാക്സിമം ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ടാണ് അവസാനം ഓട്ടിച്ചിട്ട് പറഞ്ഞു തന്നത്. കാരണം ആ പോയിന്റുകൾ എല്ലാം തന്നില്ലെങ്കിൽ പിന്നെ ആ സ്കൂൾ ടെസ്റ്റിലെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവില്ല. എല്ലാം മെയിൻ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പോയിരുന്നങ്ങ് പഠിക്കുക. നല്ലൊരു സെക്ഷനാണ് തന്നിരുന്നത്. ഭരണഘടനാ ഭേദഗതി, ലോകസഭ, രാജ്യസഭ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. ആമുഖം, മൗലിക അവകാശം എന്ത്, നിർദ്ദേശക തത്വം എന്ത്, എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ച് നോട്ട് തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഇനി പോയി പഠിക്കേണ്ടത് നിങ്ങളാണ്. നല്ല രീതിയിൽ അതൊന്ന് റിവിഷൻ നടത്ത്. നല്ലൊരു പോർഷനുമായിട്ട് ഞാൻ ഇനിയും ഇതുപോലെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചാപ്റ്റർ ബേസ് വെച്ച് സ്കൂൾ ടെസ്റ്റ് ഇനിയും ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ നിർത്തുന്നു. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.